MSC Elsa 3 കപ്പൽ അപകടത്തിന് കാരണം സാങ്കേതിക തകരാറെന്ന് ഷിപ്പിംഗ് ഡയറക്ടർ ജനറലിന്റെ റിപ്പോർട്ട്. വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ കപ്പലിന് ചെരിവുണ്ടായിരുന്നുവെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ടപ്പോൾ 5 ഡിഗ്രി ചെരിവുണ്ടായിരുന്നു. കപ്പലിൽ വെള്ളവും കയറി തുടങ്ങിയിരുന്നു. കപ്പലിൽ സുരക്ഷാ സംവിധാനങ്ങൾ പലതും പ്രവർത്തിച്ചിരുന്നില്ല. കാര്യമായ അറ്റകുറ്റപ്പണി നടത്തിയില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. മുഹമ്മദ് റഫീഖ് ചേരുകയാണ് വിവരങ്ങളുമായി. റഫീഖ്, ഈ റിപ്പോർട്ടിലുള്ളത് അതിഗുരുതരമായിട്ടുള്ള കണ്ടെത്തലാണല്ലോ. ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് ആ കപ്പൽ പുറപ്പെടുമ്പോൾ തന്നെ അതിനകത്ത് വെള്ളം കയറി തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ കപ്പൽ ഒരു തരത്തിലും യാത്ര ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അതറിഞ്ഞിട്ടും അതുമായി മുന്നോട്ട് പോയി എന്നുള്ളത് അതിഗുരുതരമായിട്ടുള്ളൊരു പിഴവായി തന്നെ അതിനെ കാണേണ്ടി വരില്ലേ? മഹേഷ്, അതീവ ഗുരുതര വീഴ്ചയാണ് കപ്പൽ കമ്പനിയുടെയും ഉദ്യോഗസ്ഥ കപ്പലിലെ നാവികരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് DG ഷിപ്പിംഗ് ഇന്ന് ഹൈക്കോടതി സമർപ്പിച്ചത്. കപ്പലിലെ 7 നാവികർ ഇന്ത്യ വിട്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഹർജിയുമായി ഹൈക്കോടതി സമീപിച്ചപ്പോൾ അതിന് മറുപടിയായി നൽകിയ സത്യവാങ്മൂലത്തിലാണ് കപ്പലിനെതിരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉള്ളത്. കപ്പൽ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലൊക്കെ പുറപ്പെടും മുമ്പ് തന്നെ അതിൽ തകരാറുകൾ ഉണ്ടായിരുന്നു. കപ്പൽ ചരിഞ്ഞു തുടങ്ങിയിരുന്നു. ആ ചരിവ് കൂടുതലായിട്ടാണ് ആലപ്പുഴ തീരത്ത് വെച്ചത് പൂർണ്ണമായും മുങ്ങുന്നത്. 13 കണ്ടെയ്നറുകൾ വളരെ മലിനീകരണ സാധ്യതയുള്ള 13 കണ്ടെയ്നറുകൾ കപ്പലിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്ന ഒരു കപ്പലാണ് മുങ്ങിയത്. കപ്പൽ കമ്പനിയും കപ്പലിലെ നാവികരും എല്ലാവരും ഇക്കാര്യം അറിയാമായിരുന്നു. അവരെല്ലാം ഇതെല്ലാം മറച്ചു വെച്ചാണ് കപ്പൽ യാത്ര നടത്തിയത് എന്നുള്ള രീതിയിലുള്ള സത്യവാങ്മൂലമാണ് DG ഷിപ്പിംഗ് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നാവികർ ഇന്ത്യ വിട്ടുപോകുന്നതിനെ കേന്ദ്ര സർക്കാർ എതിർത്തിട്ടുണ്ട്. ഈ കാര്യത്തിലും ഈ സത്യവാങ്മൂലത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഇവരെ വിടാൻ പാടില്ല. ഇവരെ വിട്ടുകഴിഞ്ഞാൽ ഷിപ്പിംഗ് കമ്പനിയുടെ മാത്രം ഉറപ്പിൽ ഇവരെ വിട്ടുകഴിഞ്ഞാൽ ഇതിന്റെ തുടർ കേസുകൾക്ക് വലിയ പ്രയാസമുണ്ടാവും. കേരള തീരത്ത് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. 1200 കോടി രൂപക്ക് മുകളിൽ ഇത് കെട്ടിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരുപാട് സാഹചര്യങ്ങളിൽ ഈ 7 നാവികരെ രാജ്യം വിടാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഭാവിയിൽ ഈ കേസ് മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. അതുപോലെ തന്നെ ലൈബീരിയൻ ഫ്ലാഗിൽ ഉണ്ടായിരുന്ന കപ്പലാണിത്. അവർ ഈ കപ്പലിലെ അപകടകരമായ വസ്തുക്കളും കപ്പലിന്റെ മോശാവസ്ഥയും നമ്മളുള്ള ചോദ്യത്തിന് മറുപടി നൽകാൻ ഒരുപാട് വൈകിയതായും നാവികരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിരുന്നതായിട്ടും ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരാതികളും ഈ കപ്പലിനെതിരെ ഇപ്പോൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം നൽകിയ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മഹേഷ്.